ഹലോ. അപ്പോൾ ഇന്ന് കുഞ്ഞുമോളെ പിറന്നാളാട്ടോ. രണ്ടാമത്തെ പിറന്നാളാണ്. അപ്പോൾ വൈകുന്നേരമാണ് പരിപാടി വെച്ചിട്ടുള്ളത്. അങ്ങനെ വലിയൊരു ആഘോഷമൊന്നുമില്ല കേട്ടോ, ചെറിയൊരാഘോഷം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും വരാൻ നല്ല സൗകര്യമാണല്ലോ. കാരണം രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ ഞാനെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂൻ്റെ പിറന്നാളിന് ആരെയും ക്ഷണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കണ്ണൻ്റെ പിറന്നാൾ കുറച്ച് ആഘോഷമായിട്ട് നടത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പൊന്നൂൻ്റെ പിറന്നാൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് പൊന്നൂൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് കണ്ണൻ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ കേക്ക് കൊടുക്കുമ്പോഴും ആളിങ്ങനെ വായി തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച അവൾക്ക് മധുരം വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ആരും കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കൂലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അവളിങ്ങനെ കേക്ക് എടുത്ത് കഴിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു വീട്ടിലൊരു പരിപാടി വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പറയുമായിരുന്നു എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം എന്തെങ്കിലും ഉണ്ടാവണം, ആരുടെയെങ്കിലും കല്യാണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി അപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. ശരിക്കും സജീവേട്ടൻ്റെ പെങ്ങന്മാരും അതുപോലെ ഒരു അനിയനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അനിയൻ വിദേശത്താണ്. അതുപോലെ തന്നെ പെങ്ങന്മാർ കുറച്ച് ദൂരത്തിലായതുകൊണ്ടും പിന്നെ രാത്രിയാണല്ലോ പരിപാടി വെച്ചത്, അതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെത്തിയില്ല. ആ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എത്തിയതുകൊണ്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് കണ്ണനും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കൂട്ടത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.